ആദില നൂറ ഇഷ്യൂ. ആദില ഇഷ്യൂവിനെ കുറിച്ച് പറയാനുള്ളത് എന്തായിരുന്നു ഇഷ്യൂ? ഞാൻ മറന്നുപോയല്ലോ. അതായത് ഫൈസൽ മലബാർ ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസിനെയും ബിഗ് ബോസ് അല്ല, ഞാൻ പറയട്ടെ, ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ ഇൻവൈറ്റ് ചെയ്തു പരിപാടിക്ക്. അപ്പൊ അതിൽ ആദില നൂറയുള്ള കാര്യം പുള്ളി ഓർത്തില്ല, പുള്ളിയുടെ അറിവോടെ അല്ല അവരവിടെ വന്നതെന്നാ പറയുന്നത്. അപ്പം പെട്ടെന്ന് പുള്ളി ചിലപ്പം ഈ ആദില നൂറിനെ കണ്ടപ്പോൾ പുള്ളി പെട്ടെന്ന് ഞെട്ടിയിട്ടുണ്ടാവും. പക്ഷെ സ്റ്റിൽ ഡിസ്റെസ്പെക്ട് ചെയ്യാണ്ട് കൈ കൊടുത്ത്, ഞാൻ ആ വീഡിയോ ആണ്, കൈ കൊടുത്ത് ചിരിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചു. മനസ്സിലാവും, അവരുമായിട്ട് ഇയാൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഇയാൾ കൈ കൊടുത്ത് ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു വിട്ടു. ഓക്കെ, പിന്നെ ഇയാൾക്ക് കുറേ നെഗറ്റീവ് കമൻറ്റുകളും ഇതും വന്നിട്ടുണ്ടായി. ഈ ആദില നൂറ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. മനസ്സിലാവും, അല്ല നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ അവരെ ഹേറ്റേഴ്സ് ഉണ്ട്, ഫാൻസ് ഉണ്ട്. മനസ്സിലായി, ഈ ഹേറ്റേഴ്സ് ചിലപ്പോൾ പോയിട്ട് പുള്ളിനോട് ഇതാക്കിയിട്ടുണ്ടാവും. അപ്പം പുള്ളി അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്, ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിലെങ്ങനെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഫൈസൽക്ക് എന്താന്ന് അതിൽ അപമാനിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഗസ്റ്റിനെ അയാൾ ചിന്തിക്കാത്തൊരു ഗസ്റ്റും കയറി വന്നിട്ട് മുന്നിൽ കയറി വന്നിട്ട് ചിരിച്ചുകൊണ്ട് കൈയെടുത്ത് സ്വീകരിച്ചു. മനസ്സിലായി, അവിടെ മൊത്തം അവരെ ചുറ്റി കാണിച്ചു, അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് പുള്ളി തിരിച്ചു വിട്ടത്. അല്ലേ, എങ്ങനെ ഡിസ്റെസ്പെക്റ്റ് ആവും. പിന്നെ അതിന് ശേഷം ഇട്ട പോസ്റ്റ് അത് സമൂഹത്തിനോട് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഇതിന് അത് മനസ്സിലായി, നമ്മളൊരു സ്റ്റാൻഡ് ക്ലിയർ ചെയ്യണം. നമ്മൾ LGBTQ കൂടെ നിൽക്കുന്നുണ്ടോ നിൽക്കുന്നില്ല, ഈ രണ്ട് സ്റ്റാൻഡുള്ളൂ. ഇതിൽ ഒരു സ്റ്റാൻഡ് നിൽക്കണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. മനസ്സിലായി, ഇതെന്ന് വെച്ചാൽ ഒരു ടീമിനെ നമ്മൾ ഹേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ടീമിനെ ലവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, എന്താണ് സ്റ്റാൻഡ് എന്നുള്ളതാണ്. മനസ്സിലാവും, ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളല്ല. അതെ, അപ്പൊ അയാളെ നിലപാട് വ്യക്തമാക്കണം. അതുകൊണ്ട് അയാളൊരു പോസ്റ്റ് ഇട്ട, ഇനിയിപ്പോൾ എന്താ പ്രശ്നം? അവര് മോശക്കാരാന്ന് അവര് അങ്ങനെ എന്താ പറയാ ഇതെന്ന് ഉണ്ടെങ്കിൽ കയറി വരുമ്പോൾ തന്നെ ഡിസ്റെസ്പെക്ട് ചെയ്ത് ഇറക്കി വിടാം. അങ്ങനെ ചെയ്തില്ലല്ലോ. അവിടെ സ്വീകരിച്ച് നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് തന്നെ വിട്ടത്. ഓക്കെ, അവിടെ ചില ആൾക്കാർ LGBTQ സപ്പോർട്ട് ചെയ്യുന്നില്ല, ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യട്ടെ. LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ജീവിക്കട്ടെ. അവർ പോയി ചാവാൻ പറയാൻ നമ്മളാളല്ല. മനസ്സിലാവും, നമ്മളെന്തായാലും LGBTQ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഒന്ന് വിചാരിച്ച LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള ആരെയും നമ്മൾ അടുപ്പിക്കൂല, അങ്ങനെയല്ല. ആ ഒരു ആശയം നമുക്ക് അത്ര ദഹിക്കുന്ന സംഭവമല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അതായത് ഈ ഗേ ലെസ്ബിയൻ എന്ന് പറയുന്ന ഒരു സംഭവം എന്തോ എടാ, അത് ഇങ്ങനെ ഒരാളെ ഇതല്ലടാ, ഒരാളെ കാഴ്ചപ്പാടല്ല. മനസ്സിലാവും, ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഞാൻ മുസ്ലിമാണ്, റാംബോ ഹിന്ദുവാണ്, റാംബോ ജീവിക്കുന്നത്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ജീവിക്കുന്നു. അതുപോലെ തന്നെ ഞാനിതും കാണുന്നുള്ളൂ. മനസ്സിലാവും, എന്ന് വിചാരിച്ചിട്ട് ഇവരോട് നമുക്ക് ദേഷ്യമൊന്നുമില്ല. മനസ്സിലാവും, ഇവർ ജീവിക്കട്ടെ വാട്ടവർ. പക്ഷെ നമുക്ക് അതിനോട് യോജിപ്പില്ല, അത്രേ ഉള്ളൂ. ഫൈസൽക്കാക്ക് അവരോട് യോജിപ്പില്ല, അയാളെ നിലപാട് അയാൾ വ്യക്തമാക്കി. അതിലെന്താ പ്രശ്നം? വി ഡോണ്ട് സപ്പോർട്ട് LGBTQ, പക്ഷെ അവരോട് ഹെയ്റ്റ് നമുക്കില്ല, അത്രേ ഉള്ളൂ. വാട്ടവർ, അവർ ജീവിക്കട്ടെ. എനിവേസ്, അപ്പൊ അതാണ് ആദില നൂറ ഇഷ്യൂ. പിന്നെന്ന് വെച്ചാ എന്താ പറയാ, എടാ ഇതെന്താ മെയിൻ സംഭവം? ഞാനല്ല ശരിക്കും പറഞ്ഞാൽ ആദില നൂറനെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ബിഗ് ബോസിൽ നൂറെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിലാവും, നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെ. പക്ഷെ ഞാൻ ഭാവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. മനസ്സിലാവും, നാളെ എനിക്ക് കുട്ടികളെല്ലാം ഉണ്ടാവേണ്ടതാണ്. മനസ്സിലാവും, അവരെല്ലാം ഇവരെ നോക്കി. ഞാൻ സത്യം പറഞ്ഞെ, ഈ തെറി വിളിക്കുന്നതും ഞാൻ പണ്ട് ഈ തെറി വിളിക്കുന്ന കാര്യങ്ങളും ഞാൻ ഇങ്ങനെ അത് ചെയ്യുന്നു, കുട്ടികളെ വഴിതെറ്റിക്കുന്നെല്ലാം പറയുന്നില്ലേ. ശരിക്കും പറഞ്ഞാൽ എന്താണ് ശരിക്കും കുട്ടികൾ വഴിതെറ്റാൻ കാരണമാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്ക്. മനസ്സിലാവും, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ശരിക്കും തെറിവിളിയാണോ മോശം, അതോ അത് നിങ്ങൾ ചിന്തിക്കും. ഓക്കെ, വാട്ടവർ. ഞാൻ ഇപ്പത്തെ ഇതല്ല പറയുന്നത്, ഭാവിയിൽ ഞാൻ പറയാ അതൊരു പ്രശ്നമാവും. മനസ്സിലാവും, അവിടെ എന്തേലും ആട്ടെ, നമുക്ക് ആരെയും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനൊന്നും താല്പര്യമില്ല. അതുകൊണ്ടാണ് പിന്നെ അവരെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇവിടെ അടുത്ത് വലിച്ചിടാത്തത്. അല്ലെങ്കിൽ ഓരോ വീട്ടുകാരെ കുറിച്ച് കുറേ കാര്യങ്ങളുണ്ട്. മനസ്സിലായി, ഇതിൻ്റെ ബാക്കിൽ ആദില നൂറ എന്ന് പറയുന്ന ആൾക്കാരുടെ ബാക്കിൽ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇവരെ വീട്ടുകാരുമായിട്ടുള്ളതും അവരെ നാട്ടുകാരതും കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ഈ പേഴ്സണലി ഇതൊന്നും എടുത്തിടാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ആരോടും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. ഓക്കെ, അപ്പം സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ട വാട്ടവർ, അത്രേ ഉള്ളൂ. അറ്റൻഡൻസ് പോൾ ഓക്കെ, പോൾ ചെയ്യാം. ഓഡിയൻസ് പോൾ എന്തായാലും അതിലാണ് ഉറക്കം തന്നെ ആയിരിക്കും സപ്പോർട്ട്. ഞാൻ പറയുന്നല്ലോ,
അത് ഞാൻ പറയല, ഇതൊരു റിലീജിയനൊക്കെ പോലെയാണ്. ചില ആൾക്കാർ ആ മതത്തിൽ വിശ്വസിക്കുന്നു, ചില ആൾക്കാർ ഈ മതത്തിൽ വിശ്വസിക്കുന്നു. അത് വിചാരിച്ചിട്ട് ആരും തെറ്റുകാരല്ല, മനസ്സിലാവും. അതെ, ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞു, നിങ്ങളെ പേഴ്സണൽ അഭിപ്രായം നിങ്ങൾ പറയാം. ആദിലാനൂർക്ക് ഭയങ്കര ഫാൻസാണ് ഇപ്പം, ഞാൻ കാര്യം പറയാം, എനിക്ക് അറിയുന്ന കാര്യം. ഞാൻ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതാക്കിയത്. LGBT ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് ഞാൻ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതിൽ ഇപ്പം പിന്നെ LGBTQ സപ്പോർട്ട് നോ സപ്പോർട്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോളോ നോക്കാം, നമ്മളെ വ്യൂവേഴ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ LGBT സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ സപ്പോർട്ട് ചെയ്യുന്നില്ല നമുക്കൊന്ന് നോക്കാം. നമ്മളെ വ്യൂവേഴ്സ് എല്ലാവരും ഒന്ന് വോട്ട് ചെയ്യണേ. എവറിബഡി റൈറ്റ് ഡൗൺ വോട്ട്. 50-50 നോ സപ്പോർട്ട്. ഐ ഷിറ്റ്, ഞാനൊരു 50-60% അങ്ങോട്ടും ഇങ്ങോട്ടും 90%. സീരിയസ്ലി അതിലാ വാച്ചിങ് സ്ട്രീം. അതിലെ ഇഫ് യു ആർ വാച്ചിങ് ദിസ്, എനിക്ക് എന്നോട് ഹേറ്റ് ഒന്നുമില്ല, ഞാൻ കാര്യം പറയാം. നൂറിനോടായാലും അതിനോടായാലും നമുക്ക് നിങ്ങളോട് ഹേറ്റ് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഈ കമ്മ്യൂണിറ്റീനെ നമ്മൾ അത്ര സപ്പോർട്ട് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. ഹേറ്റ് ഒന്നുമില്ല. വാട്ടവർ. PUBG 1v1 പറയുന്നുണ്ട്. 12% ഗേ, 20% ഗേ ഉണ്ട്. അല്ല ഗേ പീപ്പിൾ മാത്രമല്ല ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെ ഉണ്ടാ. ഈ LGBT സപ്പോർട്ട് ചെയ്യുന്ന ഗേ പീപ്പിൾ മാത്രമല്ല, കൂടുതലും പെൺകുട്ടികളാണ് ഈ LGBT സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ട്, ആണ് ആണ് അങ്ങനെ ഉണ്ട്. പെൺകുട്ടികൾക്ക് LGBT ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അറിയില്ല, അവർക്കെല്ലാം നാളെ അവര് ഇതിലേക്ക് പോകുമ്പോ എന്താ അവരുടെ റിയാക്ഷൻ ഒന്നും കൂടി അറിഞ്ഞാൽ കൊള്ളായിരുന്നു.